നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നാം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 92 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ? ശരി, അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു? നമുക്കവിടെ റേഷ്യോ കൃത്യമായി തന്നിരുന്നു അല്ലേ? പിന്നെ അതിൽ രണ്ട് അളവുകളിൽ ഏതെങ്കിലും ഒരു അളവ് തന്നു, എന്നിട്ട് നമ്മളോട് മറ്റേ അളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞു അല്ലേ? ഇവിടെ അല്പം വ്യത്യാസമുണ്ട്, ചെറിയ ഒരു വ്യത്യാസം. എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കല്ലേ? അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? രണ്ടുപേര്, അതായത് സുഹറയും സീതയും കൂടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങി, ചെറിയൊരു കച്ചവടം തുടങ്ങി. ഈ കച്ചവടത്തിലേക്ക് സുഹറ 40,000 രൂപ ഇട്ടു, അതുപോലെ തന്നെ സീത 50,000 രൂപ ഇറക്കി. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് എത്ര ലാഭം കിട്ടി? 9,000 റുപ്പീസ് ലാഭം കിട്ടി. അപ്പോൾ അവർക്ക് ഈ ലാഭം അവർ ഷെയർ ചെയ്തെടുക്കണം അല്ലേ? ഇപ്പോൾ ഒരാൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ്, അതിൽ ഒരാൾ 1,00,000 റുപ്യാണ് അതിൽ ഇറക്കിയത്. അദ്ദേഹത്തിന്റെ പാർട്ട്ണർ 2,00,000 റുപ്യ ഇറക്കിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ലാഭം കിട്ടുമ്പോൾ ഇതിനനുസരിച്ച് അല്ലെ, ഇറക്കിയ തുകക്ക് അനുസരിച്ചാണ് അവർ ഈ ലാഭം വിധിച്ചെടുക്കുക അല്ലെ? അല്ലാണ്ട് ഈക്വലായിട്ട് വിധിക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് സുഹറയും സീതയും ബിസിനസ് തുടങ്ങാൻ വേണ്ടി മുടക്കിയ തുക തന്നിട്ടുണ്ട് അല്ലെ? അത് 40,000 50,000. അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതാം. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സുഹറ ഈസ് ടു, ഇനി ആരാണ്? സീത അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സീത, അതായത് രണ്ടുപേരും ഇറക്കിയ പൈസയുടെ അംശബന്ധം എത്രയാണ്? ഇവിടെ നമുക്ക് തുക എഴുതാം. ഒരാൾ 40,000, ഒരാൾ ഈസ്റ്റു, അടുത്ത ആൾ 50,000. ഇവിടെ മലയാളം മീഡിയക്കാരെ എഴുതണം. സുഹറ നിക്ഷേപിച്ച തുക ഈസ്റ്റു സീത നിക്ഷേപിച്ച തുക ട്ടാ. അതേ രൂപത്തിൽ ഞാൻ മലയാളത്തിൽ പറയുന്നുണ്ട്, അതേപോലെ അവർ എഴുതാം. അപ്പൊ ഇതിനെ നമുക്ക് നോക്കിയേ, ഇതിനെ ചെറുതാക്കാൻ പറ്റും അല്ലേ? 40,000 ഈസ്റ്റു 50,000. അപ്പൊ ഇവിടെ നമുക്ക് 1000 കൂടി ഡിവൈഡ് ചെയ്യാം, ഇവിടെയും 1000 കൂടി ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പൊ ഞാൻ അതിന് എളുപ്പപ്പണി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ എത്ര പൂജ്യം ഉണ്ട്? ഇവിടെ 1 2 3 4 പൂജ്യം, ഇവിടെയും 1 2 3 4 പൂജ്യം അല്ലേ? അപ്പൊ നമുക്ക് 4 പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്ത് അങ്ങോട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ ബാക്കി എത്ര വന്നു? 4:5. അപ്പോൾ 4:5 എന്ന അംശബന്ധത്തിലാണ് അവർ പൈസ മുടക്കിയത്. ഇനി അവർക്ക് കിട്ടിയ ലാഭം എത്രയാണ്? അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് ലാഭം എത്രയാണ്? 9,000 അല്ലേ? 9,000 രൂപയാണ് അവർക്ക് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ ഈ പ്രോഫിറ്റ് കിട്ടിയ തുകയും ഏത് അംശബന്ധത്തിൽ ഡിവൈഡ് ചെയ്തെടുക്കണം? സുഹറാക്ക് 4 കൊടുക്കുകയാണെങ്കിൽ സീതക്ക് എത്ര കൊടുക്കണം? 5 കൊടുക്കണം അല്ലേ? അതായത് ഇവിടെ നോക്കിയേ, 4:5 മൊത്തം ഇതിനെ 9 ഭാഗമാക്കിയാൽ 4 5 9 അല്ലേ? അപ്പൊ 4 5 9. അപ്പൊ മൊത്തം 9 ഭാഗമാക്കിയാൽ അതിൽ 4 ഭാഗം ആർക്കാണ്? സുഹറയ്ക്കാണ്. 5 ഭാഗം ആർക്കായിരിക്കും? സീതക്കായിരിക്കും. സുഹറയ്ക്ക് എത്ര കിട്ടും? മൊത്തം 9 ഭാഗമാക്കിയതിൽ എത്ര ഭാഗമാണ് സുഹറയുടെ ഭാഗം? 4 ഭാഗം കിട്ടും അല്ലേ? ഇനി സീതയ്ക്കോ? മൊത്തം 9 ഭാഗമാക്കിയതിൽ സീതയ്ക്ക് എത്ര ഭാഗം കിട്ടും? 5 ഭാഗം കിട്ടണം. ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ 9,000 രൂപ എങ്ങനെ ഡിവൈഡ് ചെയ്യും? സുഹറാസ് പ്രോഫിറ്റ്, സുഹറാക്ക് കിട്ടിയ ലാഭം എത്രയായിരിക്കും? ഈ 9,000നെ നാം എന്ത് ചെയ്യണം? ഇൻറ്റു സുഹറാക്ക് എത്ര കിട്ടും? 4/9 അല്ലേ? 9 ഭാഗമാക്കിയതിൽ 4 ഭാഗം സുഹറാക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 9 ഇവിടെ ഉണ്ട്, 9 ഇവിടെ ഉണ്ട്, ഒരു പ്രാവശ്യം. ബാക്കി എത്ര പൂജ്യം ഉണ്ട്? 3 പൂജ്യം. അപ്പോൾ 1000 ഇൻറ്റു 4, അതായത് 4,000 രൂപയാണ് ആർക്ക് കിട്ടുക? സുഹറാക്ക് കിട്ടുക. ഇനി സീതാസ് പ്രോഫിറ്റ്, സീതക്ക് കിട്ടിയ ലാഭം എത്ര കിട്ടിയിട്ടുണ്ടാവും? സീതയ്ക്ക് 9,000നെ എന്ത് ചെയ്യണം? എത്ര കിട്ടും? 5/9 ഭാഗം അല്ലേ? 5/9. ഇവിടെയും നമുക്ക് 1 3 പൂജ്യം. അപ്പോൾ 1000 ഇൻറ്റു 5 അല്ലേ? അതായത് 5000 രൂപ.
അപ്പോൾ 5000 രൂപയ്ക്ക് സീതയ്ക്കും ലാഭമായിട്ട് കിട്ടും, 4000 രൂപ സുഹറയ്ക്കും ലാഭമായിട്ട് കിട്ടും. അങ്ങനെ 5 4 9 9000 രൂപ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ, ഈ അംശബന്ധം വെച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് PSC പരീക്ഷകൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അല്ലേ. നമുക്കൊരു സർക്കാർ ജോലി കിട്ടണമെങ്കിൽ PSC പരീക്ഷ എഴുതണം. ഈ PSC പരീക്ഷയ്ക്ക് 20 മാർക്കിന് മാത്സ് ആണ് ചോദിക്കുക. അതിലെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്തരത്തിലൊരു ചോദ്യം. അപ്പോൾ ഇപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൊല്ലങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് PSC പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അപ്പോൾ ഇത് ഓർമ്മ വരും. ഈ റേഷ്യോ വെച്ചുള്ള ചോദ്യം എപ്പോഴും ഒരു ചോദ്യം ഉറപ്പാണ്. അപ്പോൾ ഇപ്പോഴേ തന്നെ നമ്മൾ നന്നായിട്ട് പഠിച്ചു പോകാം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇതും നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ചോദ്യം തന്നെയാണ്. രമേശ് ജോണും കൂടിയിട്ട് എന്ത് ചെയ്തു, ഒരു ജോലി അവർ കരാറെടുത്ത്, കോൺട്രാക്ട് എടുത്തു. എന്നിട്ടോ രമേശിന് ആ ജോലി 6 ദിവസം, ജോൺ ആണെങ്കിൽ 7 ദിവസമാണ് ജോലി ചെയ്തത്. അപ്പോൾ ഒരാൾ 6 ദിവസം ജോലി ചെയ്തു, ഒരാൾ 7 ദിവസം ചെയ്തു അല്ലേ. അപ്പോൾ അവർക്ക് കിട്ടുന്ന ശമ്പളം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്താണ്, ഒരാൾ കൂടുതൽ ദിവസം ജോലി ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അയാൾക്ക് കൂടുതലായിട്ട് കിട്ടണം കാശ്. അവർക്ക് 6500 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ജോലി ചെയ്ത ദിവസങ്ങൾ വെച്ചിട്ട് അല്ലെ, അതിന്റെ അംശബന്ധം വെച്ചിട്ടായിരിക്കണം ഈ പൈസ അവർ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? അതായത് നേരത്തെ ചോദിച്ച ചോദ്യത്തെ അതേ ടൈപ്പ് ചോദ്യം. അപ്പോൾ നമുക്ക് എഴുതാം, നമ്പർ ഓഫ് ഡേയ്സ് വർക്ക്ഡ് ബൈ രമേശൻ ഈസ് ടു നമ്പർ ഓഫ് ഡേയ്സ് വർക്ക്ഡ് ബൈ ജോൺ അല്ലെ. അപ്പോൾ ഞാൻ ചുരുക്കി എഴുതിയിട്ടുള്ളൂ, ഞാൻ ഈസ് ടു ജോൺ എന്ന് എഴുതിയിട്ടുള്ളൂ. അതായത് രമേശൻ ജോലി ചെയ്ത ദിവസങ്ങൾ ഈസ് ടു ജോൺ ജോലി ചെയ്ത ദിവസങ്ങൾ. എന്താണ് അതിൽ അംശബന്ധം? 6:7 അല്ലെ. 6 ദിവസം രമേശനും 7 ദിവസം ജോണും. അപ്പോൾ 6:7. ഇനി അവർക്ക് എത്ര രൂപ കിട്ടി? ടോട്ടൽ എമൗണ്ട് അവർക്ക് എത്ര രൂപയാണ് കിട്ടിയത്? 6500 രൂപ. ഈ 6500 രൂപയെ നാം എന്ത് ചെയ്യണം? 6:7 എന്ന അംശബന്ധത്തിൽ ഡിവൈഡ് ചെയ്യണം. നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ എമൗണ്ട് അല്ലേ. എമൗണ്ട് രമേശൻ രമേശന് കിട്ടുന്ന എമൗണ്ട് എത്രയായിരിക്കും? ഈ 6500 രൂപയെ എന്ത് ചെയ്യണം നമ്മൾ? മൊത്തം എത്ര ഭാഗങ്ങളാക്കി? 6 + 7 അല്ലേ. അതായത് 13 ഭാഗങ്ങളാക്കിയതിൽ നമ്മുടെ രമേശന് എത്ര കിട്ടും? 13 ഭാഗങ്ങളാക്കിയതിൽ 6 ഭാഗം. ജോണിനോ എത്ര കിട്ടും? 13 ഭാഗങ്ങളാക്കിയതിൽ 7 ഭാഗം അല്ലേ. അപ്പോൾ നമുക്ക് 6500 ആദ്യം രമേശന് കിട്ടിയത് എത്രയായിരിക്കും? 6500 എങ്ങനെ ഡിവൈഡ് ചെയ്യണം? ഇൻറ്റു അല്ലേ 6/13. അപ്പോൾ ഇവിടെ നമുക്ക് 6500 ഇൻറ്റു 6/13 ആണ്. അപ്പോൾ ചെയ്യണമെങ്കിൽ ഇത്തിരി പണിയുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമുക്കൊരു പണി ചെയ്യാം. 6500 നമുക്ക് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഗുണിച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ നല്ലത് ആദ്യം ഡിവൈഡ് ചെയ്യുക, അതായിരിക്കും എളുപ്പം. അപ്പോൾ നമുക്ക് 6500 ഹരിക്കണം 13. അപ്പോൾ നമുക്ക് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 65 ഹരിക്കണം 13. അപ്പോൾ സംശയമുള്ള ചെറുതാക്കി ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി 65നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. എത്ര പ്രാവശ്യം പോകും? 65 13. ഇവിടെ 0 ആയതുകൊണ്ട് ഉറപ്പാണ് കൃത്യമായിട്ട് പോകും. അപ്പോൾ ഇവിടെ 5 ആണ്. 5 ആയതുകൊണ്ട് 3നെ ഇതുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 5 കിട്ടുക. 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എളുപ്പത്തിൽ പഠിക്കും. ഇപ്പം അത് ആകെ ആലോചിച്ച് കൊള്ളാക്കണ്ട. അപ്പോൾ ഒരു പണിയ 5. സംശയമുള്ളവർ 4 കൊണ്ടൊക്കെ ഇട്ട് ഗുണിച്ച് നോക്കാം. 5 കൊണ്ട് ഗുണിച്ച് നോക്കാം. ഇവിടെ നോക്കിയാൽ ഞാൻ എങ്ങനെയാണ് ചെയ്തത്? ഇവിടെ 5 ആണ് ലാസ്റ്റ് നമ്പർ കണ്ടാ. അപ്പോൾ 3നെ ഏതുകൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 5 കിട്ടുക? 5 കൊണ്ട് ഗുണിച്ചാൽ അല്ലേ. 5 × 3 15. 5 × 3 15 6 65. മൈനസ് ബാക്കി നോക്കിയാൽ ബാക്കി 2 0 ഇറക്കിടാനുള്ളൂ. വേറെ ഒന്നുമില്ലല്ലോ. ആ 0 നമ്മൾ ഇങ്ങോട്ട് കയറ്റിയിടാം. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടി? 500. അപ്പോൾ 6500നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 500 അല്ലേ. ഇനി ബാക്കി 500 × 6. 500 × 6 വരും. എത്രയാണ്? 6 5 30. അതായത് 3000 രൂപ ആർക്ക് കിട്ടും? നമ്മുടെ രമേശന് കിട്ടും. ഇനി എമൗണ്ട് ഇവിടെ ഇറക്കി എഴുതാം. ജോൺ അല്ലേ. ജോണിന് കിട്ടുന്ന എമൗണ്ട് എത്രയായിരിക്കും? 6500 രൂപയെ ഇൻറ്റു എത്രയാണ്? 7/13 അല്ലേ. അപ്പോൾ 6500 13 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 500 കിട്ടും അല്ലേ. അത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 500 ബാക്കി 500 × 7. അപ്പോൾ 7 × 5 35 2 0.
അപ്പോൾ ജോണിന് 3500 രൂപ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, വെൻ രാമു ആൻഡ് രാജു ഡിവൈഡഡ് എ സം ഓഫ് മണി ഇൻ ദി റേഷ്യോ 3:2. അതായത് രാമുവും രാജുവും കൂടി ഒരു തുക, ഒരു എമൗണ്ട് 3:2 എന്ന അംശബന്ധത്തിൽ അവർ ഭാഗം വെച്ചു. അപ്പോഴോ രാമുവിന് 450 രൂപ രാമുവിന് കിട്ടി. അങ്ങനെയാണെങ്കിൽ രാജുവിന് എത്ര കാശ് കിട്ടിയിട്ടുണ്ടാവും? ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത അതേ ടൈപ്പ് ചോദ്യം അല്ലേ. നമുക്ക് അംശബന്ധം തന്നിട്ടുണ്ട്, അതിൽ ഒരു തുക, ഒരു അളവ് നമുക്ക് തന്നിട്ടുണ്ട്, മറ്റേ അളവ് കണ്ടുപിടിക്കണം. ഇവിടെ രാമു ഈസ്റ്റു രാജു എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? അവർ പൈസ 3:2 എന്ന അംശബന്ധത്തിലാണ് അവർ ഡിവൈഡ് ചെയ്തത്. അതിൽ രാമുവിന് കിട്ടിയ പൈസ തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ, 480 രൂപ. അപ്പൊ നമുക്ക് രാമുവിന്റെ അവിടെ 480 കൊടുക്കാം. ഈസ്റ്റു രാജു 3:2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഫ്രാക്ഷൻ ആക്കണം അല്ലേ. അതായത് 480 ബൈ രാജു, നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്ത അതേ ചോദ്യം തന്നെയാണ്, ഈക്വൽ ടു 3/2. ഇവിടെ എന്ത് വന്നു? നമുക്ക് രാജുവിനാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. പക്ഷേ രാജു അടിയിലാണ്. അപ്പം എന്ത് ചെയ്യാം? രാജുവിനെ മുകളിലാക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ മറിച്ചിടുക അല്ലേ, വ്യുൽക്രമം, റെസിപ്രോക്കൽ. അപ്പം എന്ത് വേണം? നമ്മൾ രാജു ബൈ 480 ഈക്വൽ ടു, അപ്പം ഇവിടെ മറിച്ചിടണം അല്ലേ, 2/3. ഇനി നമുക്ക് രാജുവിനെ പിടിക്കാലോ. രാജുവിന് കിട്ടിയാൻ വേണ്ടി എത്രയായിരിക്കും? ഇവിടെ 2/3 ഉണ്ട്. ഇനി ഇവിടെ ബൈ 480 അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 480 ആയി. അപ്പോൾ നമുക്ക് 480 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ 48 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഒരു 0 ചേർക്കാം. 4 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഒരു പ്രാവശ്യം അല്ലേ. ബാക്കി ഇവിടെ എത്ര ഉണ്ട്? 1 ഒന്നും ഇവിടെ ഇട്ടോ 18. അപ്പോൾ 6 × 3 18, 6. ബാക്കി ഒരു 0. അപ്പോൾ നമുക്ക് 160. അപ്പോൾ 160 × 2, അതായത് 320 രൂപ. 120 രൂപയാണ് ആർക്ക് കിട്ടിയത്? നമ്മുടെ രാജുവിന് കിട്ടിയത്. എപ്പോഴും ചോദ്യം വായിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നോക്കാം ചോദ്യത്തിൽ വേറെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നോക്കാം. അതിലൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ, വാട്ട് വാസ് സം ദാറ്റ് വാസ് ഡിവൈഡഡ്. അതായത് ഇവർ എത്ര രൂപയാണ് ആകെ ഇവർ ഭാഗിച്ചത് അല്ലേ. ഭാഗിച്ച എത്ര രൂപയായിരിക്കും? ഒരാൾക്ക് എത്ര കിട്ടി? 480 കിട്ടി, ഒരാൾക്ക് 320 കിട്ടി. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയ്ക്ക് തമ്മിൽ കൂടി കൂട്ടാം? ടോട്ടൽ എമൗണ്ട് എത്ര വരും? 480 പ്ലസ് 320, 008 അല്ലേ. അപ്പോൾ 800 രൂപ. കണ്ടത് നിസ്സാര ചോദ്യം. പക്ഷെ നമ്മളത് ചെയ്തില്ലെങ്കിൽ നമുക്ക് കാണാതെ പോയി കഴിഞ്ഞാൽ മാർക്ക് അങ്ങ് നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇതുമൊക്കെയാണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. ഡ്രോ എ ലൈൻ AB 9 centimeters long. Mark a point P on it. The length of AP and PB should be in the ratio 1:2. അപ്പോൾ നമ്മൾ ചെയ്ത അതേ ടൈപ്പ് ചോദ്യം തന്നെയാണ്. ഇത് ഒരു വരയാക്കി എന്നേ വ്യത്യാസമുള്ളൂ. എന്താണ് ചോദ്യം? 9 സെന്റിമീറ്റർ നീളത്തിൽ അല്ലേ ഒരു വര. അതായത് ഇതിപ്പോൾ 9 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര. അത് AB എന്ന് പേര് കൊടുത്തു. അതിൽ P എന്ന ഒരു മാർക്ക് ചെയ്യണം. P എന്നൊരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യണം. ഇവിടെ P. ഇതെന്താ പറഞ്ഞിട്ടുള്ളത്? AP ഈ കഷ്ണവും PB ഈ 2 കഷ്ണവും അത് എങ്ങനെയായിരിക്കണം? ഏത് റേഷ്യോയിലായിരിക്കണം? 1:2 അല്ലേ. ഇത് 1 ആണെങ്കിൽ ഇത് 2 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എത്ര സെന്റിമീറ്റർ നീങ്ങിയിട്ട് നമ്മൾ P കുത്തിടണം? അപ്പോൾ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ വരും അല്ലേ. ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. എന്താണ്? നമുക്കറിയാം AP ഈസ് ടു PB റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എഴുതാം AP ഈസ് ടു PB എത്രയായിരിക്കണം? 1:2. ഇനിയോ നമുക്ക് ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ് ടോട്ടൽ ലെങ്ത്? ടോട്ടൽ ലെങ്ത് ആകെ നീളം എത്രയാണ്? 9 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ 9 സെന്റിമീറ്ററിനെ 1:2 എന്ന അംശബന്ധത്തിൽ ഡിവൈഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. മനസ്സിലായില്ലേ? അതായത് 1 + 2 അതായത് 3 മൊത്തം 3 പാർട്ട്. അതിൽ APക്ക് എത്ര കിട്ടണം? AP 3ൽ എത്ര ഭാഗമാണ് APക്കുള്ളത്? 1 ഭാഗം. ഇനിയോ PBക്ക് എത്ര കിട്ടണം? മൊത്തം 3 ഭാഗം. അതിൽ
2 ഭാഗമാണ് പി ബിക്ക്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എ പി എത്രയായിരിക്കണം? ആകെ 9 സെൻറ്റിമീറ്റർ, അതിനെ 1/3 ഭാഗം. അപ്പോൾ എത്ര വരും? 9നെ 3 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 3. അപ്പോൾ 3 സെൻറ്റിമീറ്ററാണ് എ പിയുടെ നീളം. ഇനി പി ബിയുടെ നീളമോ? അപ്പോൾ ആകെ 9 സെൻറ്റിമീറ്റർ, അതിനെ 2/3 അല്ലേ? അപ്പോൾ 9/3 3 ഇൻറ്റു 2 6 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 6 സെൻറ്റിമീറ്റർ 3 ഇരിക്കാം 3. പി എവിടെ മാർക്ക് ഇടണം? എ പി 3 സെൻറ്റിമീറ്റർ. അപ്പം എയിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ അകലത്തിൽ പി മാർക്ക് ഇട്ടാൽ പ്രശ്നം കഴിഞ്ഞു. അതാണ് നമ്മുടെ ചോദ്യം. അപ്പം എന്താ എഴുതാം? മാർക്ക് പി മാർക്ക് ചെയ്യാം. എവിടെ? അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 സെൻറ്റിമീറ്റർ അല്ലേ? ഈ 3ആണത്. 3 സെൻറ്റിമീറ്റർ ഫ്രം എ. അപ്പോൾ എഴുതാം, എയിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ മാറ്റി പി അടയാളപ്പെടുത്തുക. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഇതും അതേ ടൈപ്പ് ചോദ്യം തന്നെ. എന്താണ്? ഡ്രോ എ ലൈൻ 50 സെൻറ്റിമീറ്റേഴ്സ് ലോങ്, മാർക്ക് എ പോയിന്റ് ഓൺ ഇറ്റ് ദാറ്റ് ഇറ്റ് ഡിവൈഡ്സ് ലൈൻ ഇൻ ദി റേഷ്യോ 2:3. ഇവിടെ 9ന് പകരം എന്താണ്? 15 സെൻറ്റിമീറ്റർ ആയി. റേഷ്യോ ഒന്ന് മാറി 2:3. അത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യം 15 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ പേര് കൊടുത്തു, എ ബി എന്ന് കൊടുത്തു. ഇനി ഇതിലെന്ത് വേണം? ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം അല്ലേ? പി എന്ന് പറയുന്നൊരു പോയിന്റ് മാർക്ക് ചെയ്യണം. അതെങ്ങനെയായിരിക്കണം? 2:3 അല്ലേ? 2:3 എന്ന അംശബന്ധം. അതായത് എ പി 2 ആണെങ്കിൽ പി ബി എത്രയായിരിക്കണം? 3 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം റേഷ്യോ ഇതാ അല്ലേ? എ പി ഈസ് ടു പി ബി ഈക്വൽ ടു 2:3. മൊത്തം ലെങ്ത് എത്രയാണ്? 15 അല്ലേ? അപ്പോൾ ടോട്ടൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എ പിയുടെ നീളം, ആദ്യത്തെ പീസിൻ്റെ നീളം എത്ര വരും? എ പി ഈക്വൽ ടു 15നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അല്ലേ? 2:3. അതായത് മൊത്തം 2 + 3 5 ഭാഗം. അതിൽ എ പി എത്ര വരും? 5ൽ 2 ഭാഗം എ പിക്കുള്ളത് അല്ലേ? ഇനി പി ബിക്കുള്ളതോ? 5ൽ 3 ഭാഗം അല്ലേ? 2:3. അപ്പോൾ നമ്മൾ എ പി കണ്ടോ? എ പി ഈക്വൽ ടു 15 ഇൻറ്റു 2/5. അപ്പോൾ 15നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ എത്ര വരും? 3 5 15 അല്ലേ? അപ്പം 3 ഇൻറ്റു 2 6. അപ്പോൾ എ പി കിട്ടി നമുക്ക് 6 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് പി ബിയുടെ നീളം കണ്ടുപിടിക്കാം. പി ബി ഈക്വൽ ടു 15നെ ഇൻറ്റു എത്ര ഭാഗമാണ്? 3/5 ഭാഗം അല്ലേ? അപ്പം ഇത് 3 പ്രാവശ്യം. 3 ഇൻറ്റു 3 9. അപ്പോൾ 2 കൂടി കൂട്ടിയാൽ 9 6 15. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇവിടെ നിന്ന് 6 സെൻറ്റിമീറ്റർ നീളത്തിൽ മാറ്റിയിട്ട് ഇവിടെ പോയിന്റ് ഇടാം. അതാണ് എ പി. മാർക്ക് പി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6 സെൻറ്റിമീറ്റർ അല്ലേ? 6 സെൻറ്റിമീറ്റർ ഫ്രം എ. എയിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ മാറിയിട്ട് പി മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആറാമത്തെ ചോദ്യം ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. വലിയ വ്യത്യാസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സെയിം തന്നെ. എന്താണ് ചോദ്യം? ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 30 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് സൈഡ്സ് ഓഫ് ലെങ്ത് ഇൻ ദി റേഷ്യോ 1:2. ഒരു ചതുരം വരയ്ക്കണം. ഒരു ചതുരം. ഈ ചതുരത്തിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് അല്ലേ? പെരിമീറ്റർ തന്നിട്ട് 30 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അതായത് ചുറ്റളവ്. മാത്രമല്ല ഈ വശങ്ങൾ രണ്ടും എന്തായിരിക്കണം? 1:2 എന്ന അംശബന്ധത്തിലായിരിക്കണം. 1:2. അപ്പോൾ ഒരു വശം 1 ആണെങ്കിൽ അടുത്ത വശം 2 വേണം. മൊത്തം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഈ 4 വശങ്ങളും കൂടി കൂട്ടുന്നതാണ് പെരിമീറ്റർ അല്ലേ? പെരിമീറ്റർ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ഇതെത്രയാണോ അത്ര തന്നെ ആയിരിക്കും ഇത്. ഇതെത്രയാണോ അത്ര തന്നെ ആയിരിക്കും ഇത് അല്ലേ? ഞാൻ വരച്ച് നോക്കട്ടെ. ഞാൻ വരച്ച് പറഞ്ഞു പോയിട്ടുണ്ട്.
അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണമെങ്കിൽ നീളവും വീതിയും അല്ലെ അതിൻ്റെ അളവുകൾ കിട്ടണം. അളവ് നമുക്ക് തന്നിട്ടില്ല, അതിന് പകരം തന്നിട്ടൊരു ഒറ്റ കാര്യം എന്താണ്? പെരിമീറ്റർ. ആ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 നീളവും 2 വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് പെരിമീറ്റർ അല്ലേ. അല്ലെങ്കിൽ നീളവും വീതിയും കൂടി കൂട്ടുക, അതിനെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും അല്ലേ. ഇവിടെ നമുക്ക് പെരിമീറ്റർ ഇതൊക്കെ എഴുതാം. ചുറ്റളവ് കേട്ടോ, ചുറ്റളവ് മലയാളം മീഡിയക്കാർ എഴുതിയൊക്കെ ചുറ്റളവ് = 30 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നീളവും അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും അതായത് നീളവും വീതിയും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും അല്ലേ. അതാണ് 30. ഒന്നുകിൽ 4 സൈഡുകൾ തമ്മിൽ കൂട്ടി നോക്കുക, അല്ലെങ്കിൽ നീളവും വീതിയും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിക്കുക, രണ്ടൊന്ന് തന്നെ. അപ്പൊ നമുക്ക് ചുറ്റളവ് എന്ന് പറയുന്നതാണ് 2 ഇൻറ്റു നീളം പ്ലസ് വീതി അല്ലേ. അപ്പൊ നീളം പ്ലസ് വീതി എന്ന് എഴുതാം, അതല്ലെങ്കിൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് = 30. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു നീളവും ഒരു വീതി എങ്ങനെ കിട്ടും? അപ്പൊ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, ഇത് 2 നീളവും 2 വീതിയും കൂടിയാലും 30 അല്ലേ. അപ്പൊ ഒരു നീളവും ഒരു വീതിയും കിട്ടണം എന്ത് വേണം? ഈ 2നെ 30 ഈ ഇൻറ്റു 2 അങ്ങോട്ട് പോകുമ്പോൾ എന്തോ /2 ആയി അല്ലേ. /2 അതായത് 15. അപ്പോ 15 സെന്റിമീറ്റർ ആണ് നീളവും വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 15 സെന്റിമീറ്റർ കിട്ടണം. നീളവും വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 15. അപ്പോൾ 15 എന്ത് ചെയ്യണം? 1:2 എന്ന അംശബന്ധത്തിൽ ഡിവൈഡ് ചെയ്യാം. ഇന്ന് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ. നീളം എത്ര ആയിരിക്കും ഇതിൻ്റെ? = ആകെ 15 സെന്റിമീറ്റർ. അതിനെ അല്ലേ ഇവിടെ നോക്കിയേ 1:2 എന്ന അംശബന്ധം, അതായത് 1 + 2 മൊത്തം 3 ഭാഗം. അതിൽ ലെങ്ത് എത്ര ആയിരിക്കും? ആകെ 3 ഭാഗം. അതിൽ ഇപ്പം ലെങ്ത് അല്ല വലുത്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ലെങ്ത്തിന് കൊടുക്കാം, 2/3 എടുക്കാം. ബ്രെഡ്ത്ത് എത്രയായിരിക്കും? ആകെ 3 ഭാഗം, അതിൽ 1 ഭാഗം. അപ്പം ലെങ്ത് 15 ഇൻറ്റു 2/3. ആ 15ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5. അപ്പോൾ 5 ഇൻറ്റു 2 10. അപ്പോൾ 10 സെന്റിമീറ്റർ ആയിരിക്കണം ലെങ്ത്. ഇനിയോ വീതി ബ്രെഡ്ത്ത് എത്ര വേണം? 15നെ 1/3 അല്ലേ. 1/3 5 = 5 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ റെക്റ്റാങ്കിൾ വരയ്ക്കണം? നീളം 10 സെന്റിമീറ്റർ എടുക്കണം, 5 സെന്റിമീറ്റർ വീതി എടുക്കുക. അപ്പൊ മൊത്തം 10ഉം 10ഉം 20, 25, 5ഉം 30. അപ്പൊ 30 സെന്റിമീറ്റർ എന്ത്? പെരിമീറ്റർ. അതൊക്കെ ആണല്ലോ. അതിലടുത്ത ചോദ്യം എന്താണ്? ഇതേ ചോദ്യം തന്നെ അംശബന്ധം 2:3 ആയാൽ എങ്ങനെ അല്ലേ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം എന്താണ്? അംശബന്ധം 2:3. അപ്പൊ ലെങ്ത് എങ്ങനെ വരും? ലെങ്ത് = ഇത് 15 തന്നെ അല്ലേ, അതിൽ മാറ്റൊന്നുമില്ല. 15നെ 2:3. 2:3 എന്ന് വെച്ചാൽ 3ഉം 2ഉം 5 അല്ലേ. 2 + 3 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ നീളം എത്ര ഉണ്ടായിരിക്കും? വലുത് നീളം എടുക്കുക. അപ്പോൾ 3/5, 5ൽ 3 ഭാഗം. അപ്പോൾ വെട്ടുമ്പോൾ എത്ര വരും? 3 അല്ലേ. അപ്പൊ 3 × 3 9 സെന്റിമീറ്റർ. അപ്പൊ ലെങ്ത് 9 സെന്റിമീറ്റർ. ഇനി വീതിയോ ബ്രെഡ്ത്തോ 15 ഇൻറ്റു അല്ലേ. ഇവിടെ നമ്മൾ 3/5, അടുത്ത എത്ര വരും? 2/5 അല്ലേ. 2/5. അപ്പൊ 15/5 എത്രയാണ്? 3. 3 × 2 6 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ 2:3 എന്ന അംശത്തിനാണ് വരയ്ക്കുന്നതെങ്കിൽ ഒരു അളവ്, അതായത് വലിയ അളവ് നീളം നമുക്ക് 9 സെന്റിമീറ്ററും വീതി 6 സെന്റിമീറ്ററും കൊടുക്കാം. ഇനി അടുത്ത റേഷ്യോ ഏതാ പറഞ്ഞിട്ടുള്ളത്? 3:7. ആ 3:7 എന്ന് പറഞ്ഞാൽ 3 + 7 അല്ലേ. 3 + 7 എന്ന് വെച്ചാൽ 10 വരും. അപ്പൊ ലെങ്ത് എത്ര വരും? 10ൽ 7 ഭാഗം.
ഇനി ബ്രെഡ്ത്തോ 10ൽ 3 ഭാഗം അല്ലേ. അപ്പോൾ നമുക്ക് ലെങ്ത്ത് കാണാം. ലെങ്ത്ത് ഈക്വൽ ടു ആകെ എത്രയാണ് 15 സെൻറ്റിമീറ്റർ. അതിൽ 10ൽ 7 ഭാഗം അല്ലേ. 7/10 5 × 7/10 ആണ് അല്ലേ. അപ്പോൾ ആദ്യം പണി 10 കൊണ്ട് ഹരിക്കാൻ നമുക്ക് സുഖമാണ്. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി അല്ലേ. അപ്പോൾ 15 × 7 ആദ്യം ഗുണിച്ച് നോക്കാം. 15 × 7 എത്രയാണ് 105 അല്ലേ. 105 ആണ്. ഇനി നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യണം, ഒരു പോയിന്റ് ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടാം. അപ്പോൾ 10.5 സെൻറ്റിമീറ്റർ ആയിരിക്കണം ലെങ്ത്ത്. ഇനി ബ്രെഡ്ത്തോ 15 × 7/10 പകരം 3/10 ഈക്വൽ ടു എന്ത് വരും, ഇതേപോലെ തന്നെ 15 × 3 45 അല്ലേ. അപ്പോൾ 45 ആണ്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഒരു പോയിന്റ് മാറ്റി പോയിന്റ് ഇട്ടു, ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. 3:7 എന്ന മിശ്രിതത്തിലാണെങ്കിൽ നീളം 10.5 ആയിരിക്കണം, വീതി 4.5 സെൻറ്റിമീറ്ററും ആയിരിക്കണം. ഇനി അതിലൊരു ചോദ്യം കൂടി ഉണ്ട് അല്ലേ. കാൽക്കുലേറ്റ് ദി ഏരിയാസ് ഓഫ് ദി 3 റെക്ടാങ്കിൾസ്. 3 ചതുരങ്ങളുടെയും ഏരിയ കണ്ടുപിടിക്കണം. പിന്നെയോ വിച്ച് റെക്ടാങ്കിൾ ഹാസ് ദി ഗ്രേറ്റസ്റ്റ് ഏരിയ. ഏത് ചതുരത്തിനാണ് ഏറ്റവും വലിയ ഏരിയ ഉള്ളത്, പരപ്പളവ് ഉള്ളത്. ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ. പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുക, നീളം ഇൻറ്റു വീതി. ആ 3 നീളം ഇൻറ്റു വീതി ഗുണിച്ച് നോക്കാം. എന്നിട്ട് അതിൽ ഏതാ വലുതെന്ന് നോക്കാം. അതിനകത്തൊരു പണിയുണ്ടോ, ഒരു പണിയില്ല. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും നീളവും വീതിയും ഇതാണ് നമ്മുടെ ആദ്യത്തെ ചതുരം അല്ലേ. ഇത് നമ്മുടെ രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും, ഇത് നമ്മുടെ മൂന്നാമത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും. ഞാൻ ഇതൊക്കെ മായ്ക്കാൻ പോണ്. ഇനി ഏരിയ ഓഫ്, ആദ്യം നമുക്ക് ആദ്യത്തെ ഏരിയ കാണാം. ഏരിയ ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ. ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, നീളം ഇൻറ്റു വീതി. ഈക്വൽ ടു നീളം ഇൻറ്റു വീതി. ആദ്യത്തെ എത്ര നീളം 10 × 5 ഈക്വൽ ടു 50. ഏരിയയാണ് സെൻറ്റിമീറ്റർ സ്ക്വയർ, ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഏരിയ ഓഫ് സെക്കൻഡ് അല്ലേ, രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്ര വരും, നീളം 9, വീതി 6 അല്ലേ. 9 × 6 9 × 6 54. അപ്പോൾ 54 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ഏരിയ ഓഫ് തേർഡ് റെക്റ്റാങ്കിൾ. ഈക്വൽ ടു എന്ത് വരും 10.5 അല്ലേ. നീളം 10.5 ആണ് ഇൻറ്റു 4.5 ഈക്വൽ ടു. അപ്പോൾ പോയിന്റ് കളഞ്ഞിട്ട് ആദ്യം ഗുണിക്കുക, എന്നിട്ട് ഈ സ്ഥാനം നോക്കിയിട്ട് പോയിന്റ് മാറ്റി. 4725 കിട്ടും അല്ലേ. ഗുണിച്ച് നോക്കാം. 4275 കിട്ടും ഉത്തരം. ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം അല്ല, മൊത്തം 2 സ്ഥാനം. അപ്പോൾ 1, 2. അപ്പോൾ 2 സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇടാം. അപ്പോൾ 42.75 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചതുരത്തിൻ്റെ വിസ്തീർണം. ഏത് ചതുരത്തിനാണ് വിസ്തീർണം കൂടുതൽ, ഏതിനാണ് വിസ്തീർണം കൂടുതൽ, ഇത് അല്ലേ 54. അപ്പോൾ അതായത് രണ്ടാമത്തെ റെക്റ്റാങ്കിൾ. സെക്കൻഡ് റെക്റ്റാങ്കിൾ has the അതായത് രണ്ടാമത്തെ ചതുരത്തിനാണ് ഏരിയ, പരപ്പളവ് കൂടുതൽ. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻസിലിടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് തുറന്ന് എഴുതാം. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ഇനി വീണ്ടും കാണാം.